രാഷ്ട്രീയ പ്രവർത്തകരുടെ ചില പ്രവൃത്തികൾ, ചില നീക്കങ്ങൾ, ഇതൊക്കെ പിന്നെ ചിത്രങ്ങളായിട്ടും വീഡിയോ ആയിട്ടും പെട്ടെന്ന് വൈറലാവും. ഇപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ പാറ്റ്നയിൽ ഒരു മദ്രസയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സംഘാടകർ ഒരു മതചിഹ്നം എന്ന രീതിയിൽ ഒരു തൊപ്പി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ വെക്കുന്നതാണ്. ഇത് ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. നിതീഷ് അതിനെ തടയുന്നു, അത് വെക്കാൻ തയ്യാറാകുന്നില്ല. അത് പിന്നീട് ഒരു വലിയ ചർച്ചയായി മാറുന്നു. അതൊരു വലിയ പിന്നെ വൈറലായ വീഡിയോ ആയി മാറുന്നു. എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലെ ചരിത്രത്തിൽ മിക്കവാറും പ്രധാനമന്ത്രിമാർ ഒക്കെ മിക്കവാറും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ മുഖ്യമന്ത്രിമാരും ഒക്കെ, പ്രധാനമന്ത്രിമാരും നോർത്ത് ഇന്ത്യൻ മുഖ്യമന്ത്രിമാരും ഒക്കെ ഇത്തരം പരിപാടികൾക്ക്, ഓരോ സമുദായത്തിൻ്റെയും പരിപാടികൾക്ക് ചെല്ലുമ്പോൾ, ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ രാജസ്ഥാനിൽ ചെന്നാൽ അവരുടെ ഒരു തൊപ്പിയുണ്ട്, ഒരു പ്രത്യേക തൊപ്പി. അപ്പോൾ അത്തരം വേഷവിധാനങ്ങൾ അണിയുക എന്നത് ഓരോ ജനതയുടെയും സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയ പരിപാടികൾക്ക്, സാമൂഹ്യമോ ആയ പരിപാടികൾക്ക് ചെല്ലുമ്പോൾ അവരുടെ വേഷവിധാനം അണിയുന്ന ഒരു രീതി തുടർന്ന് വരുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു ഡ്രമാറ്റിക്കാണ്, നാടകമാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇന്ദിരാഗാന്ധിക്കും ഉണ്ടായിരുന്നു ആ ഏർപ്പാട്. ഇപ്പോൾ പിൽക്കാലത്ത് VP സിംഗിനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കും ഉണ്ട്, ഈവൻ നരേന്ദ്രമോദിക്ക് പോലും ഉണ്ട്. അത് ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു രീതി, ആ സംസ്കാരത്തോടൊന്ന് ഇഴുകിച്ചേരുകയും അവരെ ഒന്ന് ചേർത്ത് നിർത്തുകയും അവരോടൊരു അടുപ്പം പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ദോഷമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അതിൽ പ്രകടമായ ഒരു മാറ്റം വരുന്നുണ്ട്. പല കാര്യങ്ങളിലും ഉണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബീഹാറിൽ നിന്നാണ് ഇപ്പോൾ ഒടുവിലത്തെ വാർത്ത. ബീഹാർ ഇതിൻ്റെ കേന്ദ്രമാണ്. ബീഹാറിൽ വന്ന എല്ലാ നേതാക്കന്മാരും, മിക്കവാറും എല്ലാ മുഖ്യമന്ത്രിമാരും ഒക്കെ ഇങ്ങനെ അതാത് സമുദായങ്ങളോട് സാംസ്കാരികമായ ഐക്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അത്തരം വേഷങ്ങൾ അണിഞ്ഞിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മുസ്ലിം പരിപാടിയിൽ ചെന്നാൽ തൊപ്പി വെക്കും. ഈ ഒരു ഹിന്ദു പരിപാടിക്ക് ചെന്നാൽ തിലകം ചാർത്തും. അപ്പോൾ തിലകവും തൊപ്പിയും ഒക്കെ അവിടെ ഇങ്ങനെ ഈ സാംസ്കാരികമായ വൈവിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഈവൻ നിതീഷ് കുമാർ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 2005 തോന്നുന്നു അല്ലേ, 2005 തൊട്ട് 20 കൊല്ലമായി തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാർ. രാഷ്ട്രീയ ഘടനയിൽ അദ്ദേഹത്തിൻ്റെ മുന്നണി സംവിധാനത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് BJPയുടെ കൂടെയാണ്. എന്നാലും അദ്ദേഹം തന്നെയാണ് എപ്പോഴും മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനും ഈ ഏർപ്പാടുണ്ടായിരുന്നു. ഈ തൊപ്പി വെക്കുന്ന ശീലം അദ്ദേഹവും പിന്തുടർന്നിരുന്നു. പക്ഷെ പുതിയൊരു ബോധ്യം വന്നു ചേർന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത്തരം നാടകങ്ങളും ജാടയൊന്നും വേണ്ട. ഒരാൾക്ക് സെക്കുലറായ ഒരു രാജ്യത്ത് അവനവൻ്റെ വേഷവിധാനം എന്താണോ അത് മതി എന്നൊരു ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ മദ്രസ അധ്യാപകരുടെ ഒരു സമ്മേളനമാണ് ഞാൻ കണ്ട വാർത്ത. പാറ്റ്നയിൽ മദ്രസ അധ്യാപകരുടെ ഒരു സമ്മേളനത്തിന് ഇദ്ദേഹത്തെ വിളിച്ചു, മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ചെന്നു. അപ്പോൾ സാധാരണഗതിയിൽ പഴയ നിതീഷ് കുമാർ പോലും വന്നാൽ തൊപ്പി വെച്ചു കൊടുക്കാറുണ്ട്. ഇത്തവണ തൊപ്പി വെക്കാൻ ചെന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിയാണ്, ന്യൂനപക്ഷകാര്യ മന്ത്രി, അവിടുത്തെ ഒരു ജമാ ഖാനാണ്. അപ്പോൾ അദ്ദേഹം സാധാരണ പോലെ തൊപ്പി വെക്കാൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്നു. പക്ഷേ ഇത്തവണ നിതീഷ് അത് സ്വീകരിച്ചില്ല, തടഞ്ഞു എന്ന് മാത്രമല്ല, പക്ഷേ നിതീഷ് വളരെ മനോഹരമായിട്ട് അത് കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിചയം വെച്ച് അദ്ദേഹം ഈ തൊപ്പി കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ട് ആ തൊപ്പി ജമാ ഖാന്റെ തലയിൽ വെച്ചു കൊടുത്തു. അപ്പോൾ താൻ വെച്ചില്ല, എന്നാൽ നിരസിച്ചില്ല. പക്ഷെ അതിനൊരു അർത്ഥം കൂടിയുണ്ട്. ജമാ ഖാന് തൊപ്പി അണിഞ്ഞാൽ മതി, ഞാൻ വെക്കേണ്ടത് നിതീഷ് കുമാറിന് തൊപ്പി വേണ്ട. ആ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരാൾക്ക് സെക്കുലർ ആവാൻ പറ്റും, ഒരാൾക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റും, ഒരാൾക്ക് നാട് ഭരിക്കാൻ പറ്റും. അപ്പോൾ ജമാ ഖാന്റെ തലയിലിരിക്കേണ്ട തൊപ്പി അവിടെ തന്നെ ഇരുന്നോട്ടെ, നിതീഷ് കുമാറിൻ്റെ തലയിൽ തൊപ്പി വെക്കണ്ട എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ പാഠമുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ ആർക്കും കൈമാറി കൊടുക്കേണ്ടതല്ല. ഇപ്പോൾ തൊപ്പി ഇരിക്കുന്ന ആളിനെ തൊപ്പിയോടുകൂടിയും തിലകം ചാർത്തിയ ആളെ തിലകത്തോടു കൂടിയും നമുക്ക് ബഹുമാനിക്കാൻ പറ്റണം. പരസ്പരം അങ്ങനെയല്ലേ, അത് പരസ്പരം കൈമാറിയാലേ ബഹുമാനം വരുള്ളൂ എന്ന് വരണ്ട. ആ അർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ സെക്കുലർ പാഠം മുന്നോട്ട് വെക്കുന്നു എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ അത് പരിഹാസ്യമാകുന്നതും ആളുകൾ ട്രോളുന്നതും ആളുകൾ വലിയ തോതിൽ അത് വൈറലാക്കുന്നതും നിതീഷ് തന്നെയും മുമ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഇന്നലെ വരെ ചെയ്തതായിരുന്നു, ഇപ്പോൾ ചെയ്യാതിരിക്കാൻ തീരുമാനിക്കുന്നു. അതൊരു പക്ഷേ BJPയുടെ കൂടെ ഭരിക്കുന്നത് കൊണ്ട് BJPയെ പ്രീതിപ്പെടുത്താനും ഒരു മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം തൊപ്പി അണിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് BJPക്കാരുടെ അപ്രീതി വരാതിരിക്കാനും ഒക്കെയാണ് എന്ന ആരോപണം ഉണ്ടാവാം. പക്ഷേ നിതീഷിന് ഇത് പറഞ്ഞു നിൽക്കാൻ വേറെ ന്യായമുണ്ട്. നിതീഷിൻ്റെ പഴയ ചരിത്രത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് ഈ ഒരു പൊതുശീലമുണ്ട്.
തന്നെ മാല അണിയിച്ച് സ്വീകരിക്കാൻ, ഷാൾ അണിയിച്ച് സ്വീകരിക്കാനൊക്കെ ആരെങ്കിലും വന്നാൽ അദ്ദേഹം ഏത് കൊച്ചുകുട്ടിയാണെങ്കിലും ആ മാല കൈകൊണ്ട് വാങ്ങിയിട്ട് കൊച്ചുകുട്ടികൾക്ക് തന്നെ അവർക്ക് തന്നെ അണിയിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു പരിപാടിയിലേക്ക് ചെല്ലുമ്പോൾ മാല അണിയിച്ച് സ്വീകരിക്കുമല്ലോ, പൂമാല അണിയിച്ച് സ്വീകരിക്കാൻ വന്നാൽ ആ അണിയിച്ച് സ്വീകരിക്കാൻ സ്വാഗത സംഘക്കാർ തീരുമാനിച്ചത് ആരാണോ അയാൾക്ക് തന്നെ ആ മാല ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരു രീതി അയാൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ തൊപ്പിയുടെ കാര്യത്തിലും അതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. തൊപ്പി വെക്കാൻ വന്നയാള് ആൾക്ക് തിരിച്ച് തൊപ്പി വെച്ചു കൊടുക്കും. അയാളാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുമാണ്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗമാണ്. പക്ഷേ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനേറെ രാഷ്ട്രീയമായി കൈവരുന്നത്. അത് കറക്റ്റാണ്. ബീഹാറിലെ രാഷ്ട്രീയത്തിൽ അതിന് അർത്ഥമുണ്ട്. പുതിയ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു സന്ദേശം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മുതൽ ഇത്തരത്തിൽ അന്യ സംസ്കാരങ്ങളെ ഒന്നും അങ്ങനെ ഏറ്റുവാങ്ങുന്ന കൂട്ടത്തിലല്ല. എനിക്ക് എൻ്റെതായ നിലപാടുണ്ട്, അജണ്ടയുണ്ട്, ഞാനായി തന്നെ നിലകൊള്ളും. ഇനിയിപ്പോൾ അത് BJP-യിലെ ഏതെങ്കിലും കൂട്ടർക്ക് അതിനോട് അനിഷ്ടം തോന്നണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവാം. എങ്കിലും എനിക്ക് തോന്നുന്നത് ആത്യന്തികമായി അത്തരം നാടകങ്ങൾ ആവശ്യമില്ലാത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആവശ്യമില്ലാത്തതാണ്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? പ്രധാനമന്ത്രിയുടെ ഒരു തനത് വേഷം ഉണ്ടാവും. ഒരു ഗുജറാത്തിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വേഷം, അത് വേഷവിധാനങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. പ്രധാനമന്ത്രിയാകുമ്പോൾ അതിനനുസരിച്ചൊക്കെ വേഷത്തിൽ മാറ്റം ഉണ്ടാവും. എന്തായാലും നമ്മളെ നരേന്ദ്രമോദിയുടെ യഥാർത്ഥ വേഷം എന്താണോ ആ വേഷത്തിൽ അദ്ദേഹത്തിന് കന്യാകുമാരിയിലും പോകാൻ പറ്റണം, കാശ്മീരിലും പോകാൻ പറ്റണം. ആ വേഷത്തിൽ അദ്ദേഹത്തിന് ആസാമിലും പോകാൻ പറ്റണം, ഗുജറാത്തിലും പോകാൻ പറ്റണം. ഓരോ സംസ്ഥാനത്തും ചെല്ലുമ്പോൾ അവരുടെ സംസ്കാരം ഒരു അലങ്കാരത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയിട്ട് ഒരു കോമാളി വേഷം കെട്ടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ബീഹാറിൽ നിന്ന് വാർത്ത വന്നതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം എന്തായിരുന്നാലും അത് ബീഹാർ ഇലക്ഷനെ കുറിച്ചുള്ള ആശങ്കകളാവാം. എങ്കിലും നിതീഷ് കുമാറിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ കഴിഞ്ഞ 20 കൊല്ലത്തിന്റെ അദ്ദേഹത്തിന്റെ തന്നെ ചെയ്തികൾ വെച്ച് അതിനെ ന്യായീകരിക്കാനും വകുപ്പുണ്ട്, മറിച്ച് പറയാനും വകുപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം കഴിഞ്ഞ മാർച്ചിൽ അവിടെ ഇഫ്താർ നടന്നു. ഇപ്പോൾ റംസാനിൽ മുഖ്യമന്ത്രിമാരൊക്കെ ഇഫ്താർ വിരുന്ന് നടത്തുമല്ലോ, എല്ലാ മുഖ്യമന്ത്രിമാരും മിക്കവാറും. അപ്പോൾ അദ്ദേഹം ഇഫ്താർ നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഒരു തൊപ്പി വെക്കാറുണ്ട്. അദ്ദേഹം തന്നെ ശീലിപ്പിച്ചു വെച്ച ചില പാഠങ്ങളാണത്. ഇഫ്താർ ദിവസം മുഖ്യമന്ത്രിയാണല്ലോ ഹോസ്റ്റ്. അപ്പൊ സംസ്ഥാനത്തെ എല്ലാ പ്രമുഖരെയും വിളിക്കും, എല്ലാ പാർട്ടി നേതാക്കളെയും സമുദായ നേതാക്കളെയും ഒക്കെ വിളിക്കും. എല്ലാവരെയും സ്വീകരിക്കുമ്പോൾ അദ്ദേഹം തൊപ്പി വെച്ചിട്ടാണ് സാധാരണ സ്വീകരിക്കുക ഇഫ്താർ. അത് ഇഫ്താർ ആയതുകൊണ്ട് ഒരു മുസ്ലിം ചടങ്ങായതുകൊണ്ടും ഒക്കെ ആളുകൾ അങ്ങനെ അത് ഏതാണ്ട് ഒരു യൂസ്ഡ് ആയതാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം ഇഫ്താറിന് തൊപ്പി അണിഞ്ഞില്ല. ഇനി അത് വിവാദമാകണ്ട എന്ന് വെച്ച് അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു. ഈ ഒരു ഷോൾ ഉണ്ടല്ലോ, ഒരു മുസ്ലിം ഷോൾ ഉണ്ട്, കണ്ടിട്ടില്ലേ? കളർഫുൾ ആയിട്ടുള്ള യാസർ അറഫാത്തൊക്കെ അണിയുന്ന തരത്തിലുള്ള ഒരു ഷാള് പ്രത്യേകം അദ്ദേഹം തോളിലണിഞ്ഞു. അതും സെയിം അല്ലേ? എന്താ വ്യത്യാസമുള്ളത്? എന്തിനാണ് നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി എന്താണോ അത് നല്ല സാധാരണ ഒരു പഴയ സോഷ്യലിസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള ഒരു ജുബയും ഇതാണ് അദ്ദേഹത്തിൻ്റെ വേഷം. ആ വേഷം അണിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഫ്താർ നടത്താമല്ലോ, ഇഫ്താറിനെ ആദരിച്ചൂടെ? പക്ഷേ എപ്പോഴും ഈ പറയുന്ന വിവിധ മത സാമുദായിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം വോട്ട് ബാങ്കായിട്ട് മാറാറുണ്ട്. ഇവിടെയും ഇലക്ഷൻ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ നിതീഷ് ഇത്തരം ഒരു നിലപാടെടുത്താൽ അതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എതിർപക്ഷം ഉണ്ടല്ലോ, പ്രതിപക്ഷം, ഈ പ്രതിപക്ഷം അതിനെ മറ്റൊരു ആയുധമാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടിട്ട് തന്നെ ആയിരിക്കില്ലേ നിതീഷ് ഇത്തരം ഒരു ബോൾഡായിട്ടുള്ള തീരുമാനം എടുത്തത്? അതെ, ആയിരിക്കും. അതിപ്പോൾ തീർച്ചയായിട്ടും ബീഹാറിലെ ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഈ ദൃശ്യത്തിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാവും. അദ്ദേഹം അത് പ്ലാൻ ചെയ്തത് തന്നെ ആയിരിക്കാം, മനഃപൂർവ്വം തന്നെ ചെയ്തതായിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഏത് സാഹചര്യത്തിലായാലും ഒരു പുതിയ തീരുമാനം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായി വരുന്നത്, പുതിയ ദൃശ്യം, പുതിയൊരു കാഴ്ച ഉണ്ടായി വരുന്നത് ഭാവിയിൽ ഒരു ഇന്ത്യയെ പോലെ ഒരു മതേതര സംസ്കാരമുള്ള രാജ്യത്തിന് നല്ലതോ ചീത്തയോ. ഇപ്പോൾ വൈവിധ്യം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനെ ഏറ്റെടുത്തുകൊണ്ടല്ലല്ലോ. വൈവിധ്യം എന്ന് പറയുന്നത് എല്ലാം വേറിട്ട് നിന്നുകൊണ്ട്, വ്യത്യസ്തമായി നിന്നുകൊണ്ട് തന്നെ ഒന്നാവാൻ പറ്റണമല്ലോ. അതാണല്ലോ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. തൊപ്പി വെച്ചവനും തിലകം ചാർത്തിയവനും കെട്ടിപ്പിടിക്കാൻ പറ്റണം, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ഹിന്ദു ചടങ്ങിൽ പോയാൽ തിലകം ചാർത്തണം എന്ന് നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഇതിനെ ഭാരതീയ സംസ്കാരമാക്കി മാറ്റണമോ എന്നും ആലോചിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റാർ ഹോട്ടലുകളൊക്കെ എന്താ ചെയ്യാന്നറിയോ? ലോകത്തിലെ ഏത് ക്രിക്കറ്റ് ടീം കണ്ടില്ലേ? ഏത് ക്രിക്കറ്റ് ടീം ഇന്ത്യയിലേക്ക് വരുമ്പോഴും സ്റ്റാർ ഹോട്ടലിന്റെ മുമ്പിൽ അവരെ ഇവന്റ് മാനേജ്മെന്റ് ടീം പെൺകുട്ടികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മനോഹരമായ ഇന്ത്യൻ വേഷത്തിൽ അവരെന്താ ചെയ്യുക? എല്ലാവർക്കും തിലകം ചാർത്തി കൊടുക്കുക. ഒന്നുകിൽ അതിനൊരു ഭാരതീയ സംസ്കാരമായിട്ട് എല്ലാവർക്കും സ്വീകരിക്കാം. അതേ സമയത്ത് ആ വരുന്നവരെ ജാതി നോക്കിയിട്ട് ഈ ഇർഫാൻ പത്താന് വേറെയും
അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ ഒരു പൊതു സാംസ്കാരിക ചിഹ്നമായിട്ട് അങ്ങനെ എടുക്കുക, അല്ലാതെ ചടങ്ങുകൾ തോറും മാറി മാറി. ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായി ഇപ്പം നിലവിളക്ക് കൊളുത്ത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്, കൾച്ചറാണ്, അത് മതമല്ല. അപ്പൊ സംസ്കാരത്തെ വേറിട്ട് നിർത്തുക. അപ്പോൾ മതത്തിന്റെ ഒരു ചടങ്ങിന് പോകുമ്പോൾ വേഷവിധാനത്തിൽ മാറ്റം വരുത്തുന്നത് മതവും സംസ്കാരവും തമ്മിൽ കൂട്ടിക്കലർത്തലാണ്. അത് ആവശ്യമില്ലാത്തതാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ന്യൂനപക്ഷങ്ങളോട് ബഹുമാനം കാണിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ വേഷങ്ങളൊക്കെ മാറി അണിഞ്ഞിട്ടല്ല. ന്യൂനപക്ഷങ്ങളോടൊരു സർക്കാർ ബഹുമാനം കാണിക്കേണ്ടത് അവരുടെ ന്യായമായ പൗരാവകാശങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ, അവർക്ക് വേണ്ടി വികസന പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതാണ്. അതവിടെ ആ പ്രസംഗത്തിൽ മദ്രസാധ്യാപകരുടെ മീറ്റിങ്ങിൽ മനോഹരമായിട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അവിടുത്തെ പ്രതിപക്ഷമാണ് പറയേണ്ടത്. ആ പ്രസംഗം ഞാൻ വായിച്ചു. കഴിഞ്ഞ 20 കൊല്ലമായി ബീഹാറിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായൊരു പദ്ധതിയും ഉണ്ടാക്കിയിരുന്നില്ല. മീൻസ് 20 കൊല്ലത്തിന് മുമ്പ്, 2005 മുമ്പ് ബീഹാറിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിപാടികളൊന്നും പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി ന്യൂനപക്ഷങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ശ്മശാനത്തിന് പ്രത്യേക മതിലുകൾ, അതിനുവേണ്ടി പദ്ധതി എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു മതേതര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുകയും അവരോട് നീതി കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഭരണകൂടം ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ വേഷം അണിയുന്നതിൽ എന്ത് കാര്യമുണ്ട്? അത് വെറും ഷോ മാത്രമാവില്ലേ? അപ്പോൾ അതുകൊണ്ട് നിതീഷ് കുമാർ ചെയ്ത കാര്യം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. അതേസമയത്ത് നിതീഷ് കുമാർ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹമാണ് പറയേണ്ടത്. ഇനി നിതീഷ് കുമാറിൻ്റെ ഈ ചെയ്തിക്ക് ബീഹാർ ഇലക്ഷനിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നവരാണ് അത് വാർത്തയാക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം ഇനി അവിടുന്ന് വരുന്ന പ്രതികരണം അനുസരിച്ചും ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അനുസരിച്ചും ഒക്കെ നമുക്ക് വിലയിരുത്താം. അപ്പോൾ മുസ്ലിം തൊപ്പി മുഖ്യമന്ത്രി ധരിക്കേണ്ടെന്നാണ് ഈ തീരുമാനത്തിലൂടെ മനസ്സിലാകുന്നത്. എന്ന് വേണമല്ലോ, ഒരു മുഖ്യമന്ത്രി അണിയേണ്ടതില്ല. തൊപ്പി ഒരു വിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമാണല്ലോ. തല മറക്കുന്നത് അത് ഒരു ഇസ്ലാമിക സങ്കല്പമല്ലേ? അതെന്തിനാണ് എല്ലാ മുഖ്യമന്ത്രിമാരും അണിയുന്നത്? തൊപ്പി അണിഞ്ഞവർക്ക് മുഖ്യമന്ത്രി ആവാൻ അവകാശമുണ്ട്. ഫാറൂഖ് അബ്ദുള്ളയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്ന നാടല്ലേ നമ്മുടെ നാട്, ആവാം. പക്ഷേ തൊപ്പി അണിയാത്തവർക്ക്, അങ്ങനെ ശീലമില്ലാത്തവർക്ക്, അതൊരു സംസ്കാരമല്ലാത്തവർക്ക് എന്തിനാണത്? അതൊരു കാഴ്ചപ്പണ്ടമായി തീരൂലേ? പരിഹാസ്യമായി തീരുന്നൊരു കാഴ്ചയാണ് അത്. എല്ലാ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പലപ്പോഴും ആ ജാട കാണിക്കാറുണ്ട്. ആവശ്യമില്ലാത്തതാണ് എന്നൊരു സന്ദേശമാണ് ഇപ്പം നിതീഷ് കുമാർ ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ആ സന്ദേശം ഏറ്റെടുക്കേണ്ടതാണ് ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.